അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷം നടന്ന ഓണപരീക്ഷയുടെ അറബിക് ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ നാം ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ അറബിക് പരീക്ഷയുമായും പാഠഭാഗവുമായും ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൊത്തം 5 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ 2 പ്രവർത്തനങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 1-ാമത്തെ ചോദ്യം നോക്കാം. നുക്കമ്മലിൽ ബയാൻ. ഇവിടെ കൊടുത്ത ഈ ഒരു ബയാൻ പൂർത്തിയാക്കാനാണ്. വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കണം. ജറത്ത് ഹഫ്ലത്തുൻ അദബിയ, സാഹിത്യ സമാജം നടന്നു. ഫി സഫി ക്ലാസ്സിൽ അയ്യനൽ മുദരിസു ലിക്കുല്ലി ത്വാലിബിൻ ബർനാമിജ് മുഖ്തലിഫ്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ പരിപാടികൾ അധ്യാപകൻ നിർണയിച്ചു കൊടുത്തു. അയലനഹ അമാമത്തുല്ലാബി, കുട്ടികൾ മുമ്പിൽ അത് പരസ്യപ്പെടുത്തി. കാല എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദേ അന്ത. നമ്മൾ അന്തി എന്നതിൻ്റെ ഉപയോഗം പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അന്ത കാത്തിബുൻ എന്നാണ് വേണ്ടത്. മുഹമ്മദ് ആണായതുകൊണ്ട്, ബോയ് ആയതുകൊണ്ട്. 2-ാമത്തെ യാ സൈനബ്, അവിടെ അന്തി എന്നാണ് വേണ്ടത്. അന്തി നാഷിദത്തുൻ. അതുപോലെ 3-ാമത്തെ യാ റാഷിദെ അന്ത കാരിയുൻ. യാ ഹബീബെ അന്തി റാക്കിസ. ഇതുപോലെയാണ് എഴുതേണ്ടത്. 1-ാമത്തത് യാ മുഹമ്മദ് അന്ത കാത്തിബ്. 2 യാ സൈനബ് അന്തി നാഷിദത്തുൻ. അവിടെ സൈനബ് ഗേൾ ആയതുകൊണ്ട് നാഷിദത്തു എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ബോയ് ആയിരുന്നെങ്കിൽ നാഷിദ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അടുത്ത യാ റാഷിദ് അന്ത കാരിയുൻ. യാ ഹബീബ അന്തി റാക്കിസത്തുൻ. ഓക്കെ. അടുത്ത 1-ൽ തന്നെയുള്ള ഓപ്ഷൻ ഇട്ട ചോദ്യമാണ്. ഒന്നുകിൽ ആദ്യം പറഞ്ഞത് ഇത്, അല്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഇതും അതുപോലെ തന്നെയാണ്. അന്തിയുടെ യൂസേജാണ്. ഇവിടെ ആദ്യം യോജിപ്പിക്കുക. അന്തയോട് യോജിക്കുന്ന അതിലേക്കെല്ലാം യോജിപ്പിക്കണം. അതുപോലെ അന്തിയോട് യോജിക്കുന്ന വാക്കുകളിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് അത് മുഴുവനായിട്ട് അപ്പുറത്തെ കോളത്തിലേക്ക് എടുത്തെഴുതുക. ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്. അതിനുശേഷം അടുത്ത കോളത്തിലേക്ക് അന്തി ഫാത്തിമ, അന്തി കാത്തിബത്ത്, അന്ത നാഷിദ്, അന്തി സൽമ, അന്ത സ്വാദിഖ്. അടുത്ത ചോദ്യം, നുറത്തിബുൽ ബയാന ഹസ്ബ സുവർ വ നക്തബ്. കുറച്ച് പിക്ചറുകൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുയോജ്യമായ സെൻറ്റൻസുകൾ ഈ കോളത്തിൽ നിന്ന് എടുത്തതാണ് വേണ്ടത്. നമുക്ക് കോളം ആദ്യം പരിചയപ്പെടാം. ദഹബർ അർജുൻ ഇലൽ മദ്രസ. അർജുൻ സ്കൂളിലേക്ക് പോയി. അഹദ അർജുൻ റൂബിയ. അർജുൻ കാശ് എടുത്തു. അഴ്ത്ത അർജുൻ റൂബിയാലിൽ മുദരിസ്. അർജുൻ ആ കാശ് അധ്യാപകന് കൊടുത്തു. വജദ അർജുൻ ഫി ത്വരീഖി മിഅത്ത് റൂബിയ. അർജുൻ വഴിയിൽ വെച്ച് 100 രൂപ കണ്ടു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ വളരെ ഈസി ആയിക്കൊണ്ട് ഈ ചോദ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ കോളങ്ങളിലേക്കാണ് നാം ആ വാക്യങ്ങളെ എഴുതേണ്ടത്. ആദ്യമായി അർജുൻ സ്കൂളിലേക്ക് പോകുന്ന ഫോട്ടോയാണ്. അപ്പോൾ ദഹബ അർജുൻ ഇലൽ മദ്രസ. അർജുൻ മദ്രസയിലേക്ക് പോയി എന്നുള്ള അറബി വാക്യം അവിടെ എഴുതുക. അടുത്തത് അർജുൻ വഴിയിൽ വെച്ച് ആ കാശ് കാണുന്നതാണ്. 100 രൂപ കണ്ടു എന്ന് അറിയിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ വജദ അർജുൻ ഫി ത്വരീഖി മിഅത്ത് റൂബിയ. അടുത്തത് അർജുൻ ആ പൈസ എടുക്കുന്നു. അപ്പോൾ അഹദ അർജുൻ റൂബിയ. അടുത്തത് ആ പൈസ അധ്യാപകന് കൊടുക്കുന്നു. അഴ്ത്ത അർജുൻ റൂബിയൽ മുദരിസ്. അവസാനം ഹന്നൽ മുദരിസു അർജുൻ ലിസിദ്ഖിഹി. അർജുന് സത്യസന്ധത കാരണത്താൽ അവനെ അധ്യാപകൻ അഭിനന്ദിക്കുകയാണ്. അതിനുശേഷം 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് മസ്മുൽ വലദ്, ഈ കുട്ടിയുടെ പേരെന്താണെന്ന്. അപ്പോൾ അർജുൻ. 2 മാതാ വജദ അർജുൻ ഫി ത്വരീഖ്. വഴിയിൽ വെച്ച് അർജുൻ എന്താണ് കണ്ടത്, എന്താണ് കിട്ടിയത്? മിയത്ത് റൂബിയ, 100 രൂപ. ഇത് അർത്ഥം പൂർണ്ണമായും അറിയാതെ തന്നെ നമുക്ക് എഴുതാൻ കഴിയും. പാഠപുസ്തകത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. അവിടെ നൽകി, എടുത്തു, കണ്ടു എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു കഥ എഴുതാനുണ്ട്. അത് നല്ലോണം പഠിച്ചവർക്ക് ഇത് ഈസിയായി ഈ ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം 3. 10, 20, 30, 40, 50, 60, 70. ഇതിൻ്റെ അറബി എഴുതുക. അതുപോലെ അത് എങ്ങനെയാണ് ഡിജിറ്റായിട്ട് അറബിയിൽ എഴുതുക എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഉണ്ടാകുക. അഷറ, ഇഷ്റൂൻ, സലാസൂൻ, അർബഊൻ, ഹംസൂൻ, സിത്തൂൻ, സബൂൻ.
അതുപോലെ സൈഡിൽ അതിന് അക്കത്തിൽ എഴുതണം 10, 20, 30, 40, 50, 60, 70. അതിൽ വിട്ടുപോയത് കറക്റ്റായിട്ട് അവിടെ എഴുതി കൊടുക്കുക. ചോദ്യം 4 ഒരു ഹിവാർ പൂർത്തിയാക്കാനാണ്. 7 ഒഴിഞ്ഞ ഭാഗങ്ങളുണ്ട്. അതിന് അവിടെ എഴുതാൻ പറ്റിയ 4 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എഴുതണം. ഉപ്പയും മകൻ തമ്മിലുള്ള സംഭാഷണമാണ്. അൽ അബു അസ്സലാം അലൈക്കും. മാജിദ് വലൈക്കും സലാം. ഉപ്പ അങ്ങാടിയിൽ പോവാണ്. അപ്പോൾ പറയാണ് അന അദ്ഹബു ഞാൻ പോവുകയാണ്. മാജിദ് ഇല അതിന് എവിടേക്കാണ് പോകുന്നത്? ഉപ്പ ഇല സൂഖ് അങ്ങാടിയിലേക്ക് പോവാണ്. മാതാ തുരീദു എനിക്കെന്താ വേണ്ടത്? മാജിദ് ഉരീദു അഷ്റത ദഫാത്ത് എനിക്ക് 10 നോട്ട് പുസ്തകം വേണം. അപ്പോൾ ഉപ്പ ചോദിക്കുകയാണ് അഷ്റത ദഫാത്ത് 10 എണ്ണം എന്തിനാണ്? ലിമ എന്തിനാ 10 എണ്ണം? അപ്പോൾ മാജിദ് പറയാണ് ലീ സിത്ത് എനിക്ക് 6 എണ്ണം. അപ്പോൾ സദീഖി അർബ എൻ്റെ കൂട്ടുകാരനുണ്ട് ഓന് 4 എണ്ണം. ലൈസ ഇന്ദഹു ദഫ്തർ അവൻ്റെ കയ്യിൽ നോട്ട്ബുക്ക് ഇല്ല. അപ്പോൾ ഉപ്പ പറയാണ് അഹ്സൻത് വെരി ഗുഡ്. യാ ബുനിയ മോനെ നല്ലൊരു കാര്യമാണ്. അമലുർ റായിവൻ നല്ലൊരു പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഉപ്പ അവനെ അഭിനന്ദിക്കുകയാണ്. അവസാനം ശുക്രൻ അഫ്വാൻ. 5ാമത്തെ പ്രവർത്തനം ഒരു തോട്ടമാണ്. അതിലുള്ള ഓരോ വസ്തുക്കൾക്ക് നേരെയും ബോക്സ് നൽകിയിട്ടുണ്ട്. ആ ബോക്സിൽ അതിൻ്റെ അറബി പദം കൃത്യമായി എഴുതുക. പദങ്ങൾ കണ്ടെത്തുന്നതിനായി ചെറിയൊരു പോയം നൽകിയിട്ടുണ്ട്. വസലൽ കിറുദു വസലൽ കിറുദു കിറുദ് എത്തി കിറുദ് എത്തി കുരങ്ങനെത്തി. വസലൽ കിറുദു ഫിൽ ബുസ്താൻ തോട്ടത്തിൽ കുരങ്ങനെത്തി. സക്കത്തൽ ഫനസു സക്കത്തൽ ഫനസു ചക്ക വീണു ചക്ക വീണു. സക്കത്തൽ ഫനസു മിന ഷജറ മരത്തുമെന്ന് ചക്ക വീണു. അഹദൽ കിറുദു അഹദൽ കിറുദു കുരങ്ങനെടുത്തു കുരങ്ങനെടുത്തു. അഹദൽ കിറുദു അൽ ഫനസ കുരങ്ങൻ ചക്കയെടുത്തു. അഴുത്തൽ കിറുദു അഴുത്തൽ കിറുദു കുരങ്ങൻ നൽകി. അഴുത്തൽ കിറുദു സിഞ്ചാബ് അത് സിഞ്ചാബിന് അതായത് അണ്ണാൻ അത് നൽകി. ഇതുപോലെയാണ് എഴുതേണ്ടത്. കുരങ്ങന് കിറുദ്, അണ്ണാൻ സിഞ്ചാബ്, ചക്ക ഫനസ്, പ്ലാവിന് ഷജറത്ത് ഫനസ്, ബുസ്താൻ തോട്ടം. അടുത്ത 5ാമത്തെ ആക്ടിവിറ്റിയിലെ ബി ആണ്. ഇത് ഓപ്ഷനാണ്. ഒന്നുകിൽ മുകളിലത്തെ എഴുതുക അല്ലെങ്കിൽ ഇത് എഴുതിയാൽ മതി. ചോദ്യം ഇതാണ് വനഖ്താറുൽ കലിമാത്തുൽ മുസജ്ജ മുസജ്ജായ കലിമത്തുകൾ. മുസജ്ജായ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഒരുപാട് കലിമത്തുകളുണ്ട് ഇതിൽ പദങ്ങൾ. അത് എടുത്തെഴുതാനാണ്. ഉത്തരം ഇതാണ്. ഖുറമാ, ജുമല, റുഹമ, ഫുലല, ഹുക്കമ ഇതെല്ലാം അവസാനിക്കുന്ന ഒരേ രീതിയിലാണ്, ഒരേ അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. ഇതിനാണ് കലിമാത്തുൽ മുസജ്ജ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയിലുണ്ടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.